പ്രൈമറിലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിഷയമാണ് എന്നെ ഈ പടത്തിലോട്ട് അടുപ്പിച്ചത്. അപ്പം കാരണം നമ്മളിപ്പം നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ എക്സ്പ്ലോർ ചെയ്യുമ്പം അതിൻ്റെ റൂട്ട് കോസ് എവിടുന്നാണ് വരുന്നതെന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടായി, ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് മാത്രം പറയാതെ ഇത് എവിടുന്ന് വരുന്നു, ഹൗ ദിസ് ടെക്നോളജി ഈസ് കമ്മിങ് ആൻഡ് ഹൗ ഇസ് ദിസ് ഗെറ്റിംഗ് മിസ്യൂസ്ഡ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ആലോചിച്ച് തുടങ്ങിയിട്ടാണ് ഈ കഥ എഴുതിയത്, തിരക്കഥ എഴുതിയത്. ആ തിരക്കഥ കഴിഞ്ഞിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഡാനിയൽ ജെയിംസ് എന്നുള്ള വ്യക്തിക്ക് എന്താ പറയുന്നത്, ആ വ്യക്തിയുടെ ഒരു ഡെലമയും കൺഫ്യൂഷനും കുറച്ച് ഫിയറും ഒക്കെ ഉണ്ട്. കാരണം പുള്ളി ഇന്ത്യക്ക് വേണ്ടി സാങ്ഷൻ ചെയ്തൊരു പ്രോഗ്രാം, അത് പുറത്തുനിന്ന് മേടിച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണത്, സാങ്ഷൻ ചെയ്തിരിക്കുകയാണ്. അതിനകത്തുള്ള ആ മനുഷ്യൻ്റെ ഒരു അത് മിസ്യൂസ് ചെയ്യപ്പെടുമ്പോഴുള്ള ഒരാളുടെ ഒരു എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് തിരിച്ച് നമ്മളെ വേറെ എന്തെങ്കിലും തരത്തിൽ ഹാംഫുൾ ആവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ ഗൃഹനാഥനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ പ്രശ്നം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് ഒരു കൺട്രിക്ക് മുഴുവനായിട്ട് വാങ്ങിയിരിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ, അതിപ്പോൾ ഞാനിപ്പോൾ പെരിസ്കോപ്പ് എന്ന് പറയുമ്പോഴും അതെന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, മാധ്യമങ്ങൾ വായിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം. സോ അപ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു രീതിയിലാണ് നമ്മൾ കഥ തുടങ്ങിയിരിക്കുന്നത്.